ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ DBMS റെക്കോർഡിലുള്ള ഫസ്റ്റ് എക്സസൈസാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് CET കോളേജിലുള്ള റെക്കോർഡാണ്. ആൻഡ് മാക്സിമം എല്ലാ കോളേജിലും മോഡൽസ് ഒക്കെ സെയിം ആയിരിക്കും. അപ്പോൾ ആദ്യം ഈ റെക്കോർഡിലുള്ള എക്സസൈസസ് എല്ലാം ഷെയർ ആക്കാം. ആൻഡ് അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുന്ന കോളേജിലുള്ള റെക്കോർഡ്സിൻ്റെ ഇതൊക്കെ ഷെയർ ആക്കാം സമയം കിട്ടുവാണെങ്കിൽ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഉള്ള എക്സസൈസാണ്. ഇതിൽ അവർ കുറച്ച് സ്കീമാസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ മൊത്തം ഉള്ളത് 7 ടേബിളാണ്. ജോബ് ടേബിളുണ്ട്, റീജിയൻ ടേബിളുണ്ട്, കൺട്രി, ലൊക്കേഷൻ, ഡിപ്പാർട്ട്മെൻറ്റ്, ഡിപ്പെൻഡൻസ്, എംപ്ലോയീസ്, ഇങ്ങനെ 7 ടേബിൾസാണ് ഉള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ 7 ടേബിൾസ് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ ജോബ്സും എംപ്ലോയീസും എടുക്കുകയാണെങ്കിൽ ജോബ്സിൽ നിന്ന് എംപ്ലോയീസിന് ഒരു കണക്ഷൻ പോകുന്നുണ്ട്. പിന്നെ ഡിപ്പെൻഡൻസ് എടുക്കുകയാണെങ്കിൽ എംപ്ലോയീസിൽ നിന്ന് ഡിപ്പെൻഡൻസിലേക്ക് ഒരു കണക്ഷൻ ഉണ്ട്. പിന്നെ റീജിയൻസ് ടു കൺട്രീസ് ഒരു കണക്ഷൻ ഉണ്ട്. കൺട്രീസ് ടു ലൊക്കേഷൻ, ലൊക്കേഷൻ ടു ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെ കണക്ഷൻസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഫോറിൻ കീ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഈ റീജിയൻ ടേബിളാണ്. അത് കഴിഞ്ഞിട്ട് കൺട്രി, അത് കഴിഞ്ഞിട്ട് ലൊക്കേഷൻ, ഡിപ്പാർട്ട്മെൻറ്റ്, എംപ്ലോയി, പിന്നെ ഡിപ്പെൻഡൻസ്, അത് കഴിഞ്ഞിട്ട് ജോബ് ക്രിയേറ്റ് ചെയ്യണം. ജോബ് ആദ്യം ക്രിയേറ്റ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ആദ്യം ഈ ടേബിളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഫോറിൻ കീ എല്ലാം സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതിലുള്ള ഓരോ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് റൈറ്റ് queries in MySQL to do the following. First, design and create database which consists of above 7 tables. First question, ഈ 7 tables ഉള്ള ഒരു ഡേറ്റാബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആദ്യം അത് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ടേബിളിൻ്റെ പേര് DPT അതിലോട്ട് റീനെയിം ചെയ്യണം. പിന്നെ കോളം, സാലറി കോളം മോഡിഫൈ ചെയ്യാനുണ്ട്. പിന്നെ കമ്മീഷനൊക്കെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ 1 by 1 നോക്കാം. അപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത് MySQL വർക്ക് ബെഞ്ച് അതിലാണ്. വർക്ക് ബെഞ്ച് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം പ്ലേലിസ്റ്റിൽ. ആൻഡ് ഇതിൽ 1 ടൈം നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്താൽ പിന്നെ അത് നമുക്ക് മറന്നു പോയാൽ റീസെറ്റ് ചെയ്യാൻ പാടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പാസ്വേഡ് മറന്നു പോയിട്ട് റീസെറ്റ് ചെയ്യാൻ പാടാണെങ്കിൽ അത് ഈ MySQL വർക്ക് ബെഞ്ച് കംപ്ലീറ്റ്ലി അൺഇൻസ്റ്റാൾ ആക്കണം. അൺഇൻസ്റ്റാൾ ആക്കിയിട്ട് റീഇൻസ്റ്റാൾ ആക്കിയാൽ മതി. അത് അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് അൺഇൻസ്റ്റാൾ ആക്കണം. പിന്നെ നമ്മൾ റീഇൻസ്റ്റാൾ ആക്കുമ്പോൾ പുതിയ പാസ്വേഡ് നമുക്ക് സെറ്റാക്കാൻ പറ്റും. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. നമ്മൾ ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള സിൻടാക്സ് ആണ് ക്രിയേറ്റ് ഡേറ്റാബേസ്, ഡേറ്റാബേസിൻ്റെ പേര്. അപ്പോൾ ക്രിയേറ്റ് ഡേറ്റാബേസ്, ഞാൻ ഡേറ്റാബേസിൻ്റെ പേരായിട്ട് പീക്ക് എന്നാണ് കൊടുക്കുന്നത്. ക്രിയേറ്റ് ഡേറ്റാബേസ് പീക്ക് സെമിക്കോളൻ, കൺട്രോൾ+ എൻ്റർ കൊടുക്കുമ്പോൾ അത് റൺ ആയിക്കോളും. ഇപ്പോൾ ഡേറ്റാബേസ് ക്രിയേറ്റ് ആയി. ഇനി ഈ ഡേറ്റാബേസാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ യൂസ് ഡേറ്റാബേസിൻ്റെ പേര് കൊടുക്കണം. യൂസ് പീക്ക് ഇങ്ങനെ കൊടുത്തിട്ട് കൺട്രോൾ+ എൻ്റർ കൊടുക്കണം. അപ്പോൾ ഇത് യൂസായി. അപ്പോൾ ഇനി നമ്മൾ ആ സ്കീമയിൽ കണ്ടതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് റീജിയൻ എന്നുള്ള ഒരു ടേബിളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ജോബ്സും ക്രിയേറ്റ് ചെയ്യാം, റീജിയനും ക്രിയേറ്റ് ചെയ്യാം. ഏത് ക്രിയേറ്റ് ചെയ്താലും കുഴപ്പമില്ല. ബിക്കോസ് ജോബ്സിൽ നിന്ന് എംപ്ലോയീസിലോട്ട് ഒരു കണക്ഷൻ മാത്രമേ ഉള്ളൂ. റീജിയൻസ് എടുക്കുകയാണെങ്കിൽ റീജിയൻസ് ടു കൺട്രി, കൺട്രി ടു ലൊക്കേഷൻ, ലൊക്കേഷൻ ടു ഡിപ്പാർട്ട്മെൻറ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് ടു എംപ്ലോയി, എംപ്ലോയി ടു ഡിപ്പെൻഡൻറ്റ്, ഇങ്ങനെ ബാക്കി എല്ലാം കണക്റ്റ് ആയിട്ടുള്ളത് റീജിയൻസ് ആണ്. ജോബ്സിൽ അങ്ങനെ കൂടുതൽ കണക്ഷൻ ഒന്നുമില്ല. അപ്പോൾ ആദ്യം നമുക്ക് ജോബ്സ് സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഫോറിൻ കീ കൊടുത്തിട്ട് വേറെ ടേബിൾസൊക്കെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള സിൻടാക്സ് ആണ് ക്രിയേറ്റ് ടേബിൾ, ടേബിളിൻ്റെ പേര് ക്രിയേറ്റ് ടേബിൾ, ടേബിൾ നെയിം ജോബ്സ് ആണ്. അപ്പോൾ ക്രിയേറ്റ് ടേബിൾ ജോബ്സ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ പാരാന്തസിസിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള കോളം നെയിംസൊക്കെ കൊടുക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഉള്ള കോളം നെയിം ജോബ് ID ആണ്. ജോബ് ID, അതിൻ്റെ ടൈപ്പ് varchar ആണ്. varchar ഓഫ് നമുക്കൊരു 20 ഒക്കെ കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഉള്ള കോളം ജോബ് ടൈറ്റിലാണ്. ജോബ് ടൈറ്റിൽ, ഇതും varchar ഓഫ് 20 ആണ്. ഇതിൽ ഈ ജോബ് ID എന്ന് പറയുന്നത് പ്രൈമറി കീ ആണ്. അപ്പോൾ നമ്മൾ പ്രൈമറി കീ സെറ്റാക്കാൻ വേണ്ടിയിട്ട് കോളം നെയിം, അതിൻ്റെ ടൈപ്പ്, പിന്നെ അത് കഴിഞ്ഞിട്ട് സ്പേസിൽ പ്രൈമറി കീ എന്നൊരു കീവേഡ് ആഡ് ആക്കി കൊടുത്താൽ മതി. പ്രൈമറി കീ ഇങ്ങനെ കൊടുത്താൽ അത് പ്രൈമറി കീ ആയിക്കോളും. ഇപ്പോൾ ജോബ് ID വെച്ചു, ജോബ് ടൈറ്റിൽ വെച്ചു. ഇനിയുള്ളത് മിനിമം സാലറി ആണ്. മിനിമം സാലറി പിന്നെ മാക്സിമം സാലറി. അപ്പോൾ മിനിമം സാലറി അതിൻ്റെ ടൈപ്പ് നമുക്ക് ഡബിളായിട്ട് കൊടുക്കാം. മിനിമം സാലറി ഡബിൾ, മാക്സിമം സാലറി അത് നമുക്ക് ഡബിളായിട്ട് തന്നെ കൊടുക്കാം.
പിന്നെ ലാസ്റ്റ് സെമിക്കോളൻ. ഇപ്പോൾ ഇത് ഒരു ടേബിൾ ക്രിയേറ്റ് ആയി. Ctrl+Enter കൊടുക്കാം. അപ്പോൾ Ctrl+Enter കൊടുക്കുമ്പോൾ സക്സസ്ഫുള്ളി ക്രിയേറ്റ് ആയി. ഇവിടെ താഴെയാണ് നമുക്ക് ഔട്ട്പുട്ട്സ് ഒക്കെ വരുന്നത്. ഇനി അടുത്തതാണ് നമുക്ക് റീജിയൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതേപോലെ ക്രിയേറ്റ് ടേബിൾ റീജിയൻസ്, അതിൻ്റെ അകത്ത് വരുന്നതാണ് റീജിയൻ ID ആൻഡ് റീജിയൻ നെയിം. അതിൽ റീജിയൻ ID പ്രൈമറി കീ ആണ്. റീജിയൻ ID അത് ഇൻറ്റ് ആയിരിക്കാം. ഇൻറ്റ് തന്നെ നമുക്ക് കൊടുക്കാം. ഇൻറ്റ് കൊടുക്കാം, വാർക്യാറും കൊടുക്കാം. ഇൻറ്റ് പിന്നെ ഞാൻ അത് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുന്നു. പ്രൈമറി കീ കോമ. അത് കഴിഞ്ഞിട്ടുള്ളത് റീജിയൻ നെയിമാണ്. റീജിയൻ നെയിം അത് വാർക്യാറായിട്ട് കൊടുക്കാം. വാർക്യാർ ഓഫ് 20. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിൽ. അപ്പോൾ Ctrl+Enter കൊടുക്കാം. ഇനി അത് കഴിഞ്ഞിട്ടുള്ളത് കൺട്രി ടേബിളാണ്. ക്രിയേറ്റ് ടേബിൾ കൺട്രീസ്. കൺട്രീസിൽ വരുന്നതാണ് കൺട്രി ID, കൺട്രി നെയിം ആൻഡ് റീജിയൻ ID. ഇത് റീജിയൻ ID ഫോറിൻ കീ ആണ്. റീജിയൻ ID റീജിയൻ ടേബിളിൻ്റെ പ്രൈമറി കീ ആണ്. അപ്പോൾ അത് നമ്മൾ ഇതിൽ ഫോറിൻ കീ ആയിട്ടാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ പ്രൈമറി കീ ആയിട്ട് വരുന്നത് കൺട്രി ID ആണ്. കൺട്രി ID അത് ഇൻറ്റ് തന്നെ കൊടുക്കാം. ഇൻറ്റ് അത് പ്രൈമറി കീ ആയിട്ടാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. പ്രൈമറി കീ കോമ. അത് കഴിഞ്ഞിട്ടുള്ളത് കൺട്രി നെയിം ആണ്. കൺട്രി നെയിം അത് വാർക്യാർ ഓഫ് 20 തന്നെ കൊടുക്കാം. അത് കഴിഞ്ഞിട്ടുള്ളത് റീജിയൻ ID ആണ്. റീജിയൻ ID നമ്മൾ മേലിലുള്ളതിൽ ഇൻറ്റ് ടൈപ്പാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇൻറ്റ് തന്നെ ഇതിലും കൊടുക്കാം. കോമ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഫോറിൻ കീയുടെ റെഫറൻസ് ആണ് കൊടുക്കാൻ പോകുന്നത്. റീജിയൻ ID വരെ നമ്മൾ കൊടുത്തു. ഇത് കഴിഞ്ഞിട്ട് ഫോറിൻ കീ എന്ന് പറഞ്ഞ് കൊടുക്കണം. ഫോറിൻ കീ അതിൻ്റെ അകത്ത് ഫോറിൻ കീയുടെ നെയിം ഏതാണോ അത് കൊടുക്കണം. ഇപ്പോൾ ഇതിൽ ഫോറിൻ കീ റീജിയൻ ID ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് റീജിയൻ ID തന്നെ കൊടുക്കാം. ഫോറിൻ കീ ബ്രാക്കറ്റിൻ്റെ അകത്ത് റീജിയൻ ID ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് റെഫറൻസസ് എന്ന് കൊടുത്തിട്ട് വേറെ ടേബിളിൻ്റെ പേരെന്താണോ അത് കൊടുക്കണം. വേറെ ടേബിളിൻ്റെ പേര് റീജിയൻസ് ആണ്. അപ്പോൾ റീജിയൻസ് കൊടുത്തു. റീജിയൻസിൽ ആ പ്രൈമറി കീയുടെ നെയിം എന്താണോ അത് കൊടുക്കണം. അവിടെയും റീജിയൻ ID തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുത്താൽ മതി. നമുക്കിപ്പോൾ ഫോറിൻ കീ സെറ്റായി. ഇപ്പോൾ ഫോറിൻ കീ നമ്മൾ കൊടുക്കുമ്പോൾ ആദ്യം നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലുള്ള കോളംസ് എല്ലാം നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ തന്നെ ഡിക്ലെയർ ചെയ്യാം. ഇതിൽ കൺട്രി ടേബിൾ ഉണ്ട്. അതിൽ കൺട്രി ID ആണ് ഇൻറ്റ്, അത് പ്രൈമറി കീ ആണ്. പ്രൈമറി കീ ആയിട്ട് കൊടുത്തു. പിന്നെ കൺട്രി നെയിം ഉണ്ട്, അത് വാർക്യാർ ഓഫ് 20 ആണ്. പിന്നെ റീജിയൻ ID ഉണ്ട്, അതും ഇൻറ്റ് ആയിട്ട് കൊടുത്തു. ഇനി ഇതിൽ ഫോറിൻ കീ ആയിട്ടുള്ളത് ഈ റീജിയൻ ID അല്ലേ, അത് നമുക്ക് മെൻഷൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഫോറിൻ കീ അതൊരു കീവേഡാണ്. അതിൻ്റെ അകത്ത് ഈ ടേബിളിൽ യൂസ് ചെയ്യുന്ന ഫോറിൻ കീ ഏതാണോ അതിൻ്റെ പേര് കൊടുക്കണം. കൊടുത്തതിന് ശേഷം റെഫറൻസസ് എന്ന് കൊടുത്തിട്ട് ഏത് ടേബിളിൻ്റെ പ്രൈമറി കീ ആണോ നമ്മൾ റെഫർ ചെയ്യുന്നത് ആ ടേബിളിൻ്റെ പേരും പ്രൈമറി കീയുടെ പേരും കൂടി കൊടുത്താൽ മതി. ഫോറിൻ കീ സെറ്റായി. ഇപ്പോൾ ഇത് റൺ ചെയ്ത് നോക്കാം. Ctrl+Enter കൊടുക്കുമ്പോൾ റണ്ണാവും. ബട്ട് ഇതിലെന്തോ ഒരു സിൻടാക്സ് എറർ ഉണ്ട്. പ്രൈമറി കീ സ്പേസ് ഉണ്ട്, അത് സ്പേസ് കൊടുക്കാൻ മറന്നുപോയി, അതാണ് എറർ. അപ്പോൾ കറക്റ്റാക്കി ഇത് കൊടുക്കുമ്പോൾ ടേബിൾ ക്രിയേറ്റ് ആയി. അപ്പോൾ ഇത് കറക്റ്റായിട്ടാണോ ഈ ഫോറിൻ കീ വന്നേക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഡേറ്റാബേസ് ക്ലിക്ക് ചെയ്യണം. ഡേറ്റാബേസ് ക്ലിക്ക് ചെയ്യുമ്പോൾ റിവേഴ്സ് എൻജിനീയർ അങ്ങനെ ഒരു ഓപ്ഷൻ കാണും, അത് കൊടുക്കണം. അത് കൊടുക്കുമ്പോൾ നെക്സ്റ്റ് ഓപ്ഷൻ വരും. പിന്നെ ഇവിടെ റൂട്ട് പാസ്വേഡ് ചോദിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് ഇനി നമുക്ക് ഏത് ഡേറ്റാബേസിലുള്ളതാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി എനിക്ക് പീക്ക് എന്നുള്ള ഡേറ്റാബേസിൻ്റെ ഡീറ്റെയിൽസാണ് വേണ്ടത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് എക്സിക്യൂട്ട്. നെക്സ്റ്റ് ഫിനിഷ് കൊടുക്കുമ്പോൾ വന്നു. ഇപ്പോൾ ഈ കൺട്രീസും റീജിയൻസ് രണ്ടെണ്ണം ഉണ്ട്. ഇതിൽ ഫോറിൻ കീ സെറ്റായി. നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള സെയിം ഓർഡറിൽ തന്നെ ഇത് വന്നു. ഇപ്പോൾ ഇങ്ങനെയാണ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള ടേബിൾസൊക്കെ ക്രിയേറ്റ് ചെയ്യണം. ഫോറിൻ കീ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അത് ഞാൻ ഇപ്പോൾ ചെയ്തിട്ട് ബാക്കിയുള്ളത് കാണിക്കാം. ഇപ്പോൾ നോർമലി ഫോറിൻ കീ ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ ചെയ്താൽ മതി. ഫോറിൻ കീ ഉണ്ടെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് കൺട്രീസ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ ഫോറിൻ കീ കൊടുത്ത് അതേപോലെ കൊടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിസൈൻ ആൻഡ് ക്രിയേറ്റ് ഡേറ്റാബേസസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ദി എബവ് 7 ടേബിൾസ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് റീനെയിം ഡിപ്പാർട്ട്മെൻറ്റ് ടേബിൾ ടു DEPT. ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളിൻ്റെ പേര് നമ്മൾ ചേഞ്ച് ചെയ്യണം. നമ്മൾ നെയിം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾട്ടർ കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളത് ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളിൻ്റെ പേരാണ്. അപ്പോൾ ആദ്യം ഓൾട്ടർ കമാൻഡ് യൂസ് ചെയ്യാം.
ഓൾട്ടർ ടേബിൾ, ടേബിളിൻ്റെ പേര് ഇപ്പോൾ ഉള്ളത് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഓൾട്ടർ ടേബിൾ ഡിപ്പാർട്ട്മെൻറ്റ്സ്, അത് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് പുതിയ നെയിം ഏതാണോ അത് കൊടുക്കണം. ആദ്യം ഓൾട്ടർ ടേബിൾ, ടേബിളിൻ്റെ പേര്, പിന്നെ നമ്മൾ പെർഫോം ചെയ്യാൻ പോകുന്നത് റീനെയിം ഓപ്പറേഷൻ അല്ലേ. അപ്പോൾ റീനെയിം കഴിഞ്ഞിട്ട് പുതിയ നെയിം ഏതാണോ അത് കൊടുക്കണം. പുതിയ നെയിം DEPT ആണ്. അപ്പോൾ DEPT സെമിക്കോളൻ. ഇപ്പോൾ Ctrl+Enter കൊടുക്കാം. ഓക്കെ, ഇവിടെ ഡേറ്റാബേസ് സെലക്ട് ചെയ്തിട്ടില്ല, അപ്പോൾ സ്പീക്ക് കൊടുക്കാം ആദ്യം. ഇനി റീനെയിം ചെയ്യുമ്പോൾ വർക്കാവും. ഞാനിപ്പോൾ ഇത് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഓപ്പൺ ചെയ്തു. അപ്പോൾ നമ്മൾ ഓരോ ടൈം ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോഴും ഡേറ്റാബേസ് ഓപ്പൺ ചെയ്യണം. ഇപ്പോൾ ഈ ഒരു ടേബിൾ റീനെയിമായി. ഇനി നമുക്ക് സെലക്ട് സ്റ്റാർ ഫ്രം DEPT കൊടുക്കാം. ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്താൽ വരത്തില്ല, ബിക്കോസ് നമ്മൾ നെയിം ചേഞ്ച് ആക്കിയതാണ്. സെലക്ട് സ്റ്റാർ ഫ്രം DEPT സെമിക്കോളൻ, ഇങ്ങനെ കൊടുക്കുമ്പോൾ വന്നു. ഇപ്പോൾ DEPT ഡിപ്പാർട്ട്മെൻറ്റ് ടേബിൾ റീനെയിം ചെയ്തു, അത് DEPT ആയി. അതിൻ്റെ കോളംസ് ആണ് ഡിപ്പാർട്ട്മെൻറ്റ് ID, ഡിപ്പാർട്ട്മെൻറ്റ് നെയിം, ലൊക്കേഷൻ ID, ഇതൊക്കെ. തേർഡ് ക്വസ്റ്റ്യൻ ആണ് മോഡിഫൈ കോളം സാലറി ഫ്രം ഇൻറ്റ് ടു സ്മോൾ ഇൻറ്റ്. നമ്മൾ സാലറിയുടെ കോളം ഇൻറ്റായിട്ടാണ് കൊടുത്തേക്കുന്നത്, അതിനെ നമ്മൾ മാറ്റിയിട്ട് സ്മോൾ ഇൻറ്റ് ആക്കണം. ഇപ്പോൾ നമ്മൾ ഒരു കോളത്തിൻ്റെ ഡേറ്റ ടൈപ്പാണ് മാറ്റാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഓൾട്ടർ ടേബിൾ ആ ഒരു കമാൻഡാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് മോഡിഫിക്കേഷൻ ആണ്. ഒരു ഡേറ്റ ടൈപ്പിൽ നിന്ന് വേറെ ഡേറ്റ ടൈപ്പിലോട്ട് മാറ്റാൻ പോകുന്നത്, അത് മോഡിഫിക്കേഷൻ ആണ്. സോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾട്ടർ കമാൻഡ് യൂസ് ചെയ്യാം. പിന്നെ മോഡിഫൈ എന്നുള്ള കമാൻഡാണ് യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം റീനെയിം ചെയ്തു, അപ്പോൾ അവിടെ റീനെയിം കീവേഡ് യൂസ് ചെയ്തു. ബട്ട് ഇവിടെ റീനെയിം അല്ല, മോഡിഫൈ ആണ്. അപ്പോൾ ഓൾട്ടർ ടേബിളിൻ്റെ പേര് എംപ്ലോയീസ് ആണ്. എംപ്ലോയീസിലാണ് നമ്മൾ സാലറി കൊടുത്തേക്കുന്നത്. വേറെ ഇതിലും സാലറി കൊടുത്തിട്ടുണ്ട്, അത് മിനിമം സാലറി മാക്സിമം സാലറി ആണ്. ഇവിടെയാണ് നമ്മൾ സാലറി മാത്രം കൊടുത്തേക്കുന്നത്. മോഡിഫൈ എന്നൊരു കീവേഡ് ഉണ്ട്. ഓൾട്ടർ ടേബിൾ എംപ്ലോയീസ് മോഡിഫൈ, ഏതാണ് മോഡിഫൈ ചെയ്യാൻ പോകുന്നത്? നമ്മൾ കോളമാണ് മോഡിഫൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കോളത്തിൻ്റെ പേര് സാലറി ആണ്. കോളം നെയിം, പിന്നെ സാലറി, അതിൽ നമ്മൾ ഏതാണ് മാറ്റാൻ പോകുന്നത്? ഇപ്പോൾ സാലറിയുടെ ഡേറ്റ ടൈപ്പ് ഡബിൾ ആണ്, അത് മാറ്റിയിട്ട് നമ്മൾ ഇൻറ്റ് ആക്കാൻ പോവാണ്. അപ്പോൾ സാലറി ഇൻറ്റ് ഇങ്ങനെ കൊടുത്താൽ മതി, നമുക്ക് മാറിക്കോളും. സെമിക്കോളൻ. അപ്പോൾ ഓൾട്ടർ ടേബിളിൻ്റെ പേര് നമ്മൾ ചെയ്യാൻ പോകുന്നത് മോഡിഫിക്കേഷൻ ആണ്. കോളമാണ് മോഡിഫൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മോഡിഫൈ കോളം നെയിം സാലറി, അതിൻ്റെ ഡേറ്റ ടൈപ്പാണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സാലറി ഇൻറ്റ് കൊടുത്തു. ഇപ്പോൾ Ctrl+Enter കൊടുക്കുമ്പോൾ വർക്കായി. ഇപ്പോൾ റിവേഴ്സ് എൻജിനീയർ ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ചേഞ്ച് ആക്കിയത് എംപ്ലോയീസ് ടേബിളാണ്. എംപ്ലോയീസ് ടേബിളിൻ്റെ സാലറിയാണ് ഇൻറ്റ് ആക്കിയത്. ഇവിടെ സാലറി ഇൻറ്റായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മോഡിഫൈ ചെയ്യേണ്ടത്. ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് എംപ്ലോയീസ് ടേബിളിൽ കമ്മീഷൻ കോളം ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ എംപ്ലോയീസ് ടേബിളിലുള്ളത് എംപ്ലോയി ID, നെയിം, ഇമെയിൽ, ജോബ് ID, ഡിപ്പാർട്ട്മെൻറ്റ് ID, മാനേജർ ID, ഇതൊക്കെയാണ്. ഇതിൻ്റെ കൂടെ കമ്മീഷൻ എന്ന് പറഞ്ഞുള്ള കോളം കൂടി നമ്മൾ ആഡ് ആക്കി കൊടുക്കണം. അപ്പോൾ കൊടുക്കാം ഓൾട്ടർ ടേബിൾ. നമ്മൾ ഓൾട്ടർ ചെയ്യാൻ പോകുന്ന ടേബിളിൻ്റെ പേര് എംപ്ലോയീസ് ആണ്. അപ്പോൾ എംപ്ലോയീസ് കൊടുത്തു. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ കോളം ആഡ് ആക്കാൻ പോവാണ്. അപ്പോൾ ആഡ് കീവേഡ് കൊടുത്തു. ആഡ് കൊടുത്തതിന് ശേഷം നമ്മൾ ആഡ് ആക്കാൻ പോകുന്ന കോളത്തിൻ്റെ പേര് കമ്മീഷൻ ആണ്. അതിൻ്റെ ഡേറ്റ ടൈപ്പ് ഇൻറ്റ് ആക്കി കൊടുത്തു. സെമിക്കോളൻ. ഇത്രയേ ഉള്ളൂ. Ctrl+Enter കൊടുക്കുമ്പോൾ ആഡായി. ഇപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയീസ് കൊടുക്കുമ്പോൾ ഈ കമ്മീഷനും കൂടി അതിൽ ആഡായി കാണും. ഇത് ലാസ്റ്റിൽ കമ്മീഷൻ കോളം കൂടി ആഡായി. നമ്മളിപ്പോൾ ആഡാക്കിയത്. നമ്മൾ ഇതുവരെ ചെയ്തത് DDL കമാൻഡ്സ് ആണ്. ക്രിയേറ്റ് ചെയ്തത്, പിന്നെ റീനെയിം, മോഡിഫൈ, ഇതൊക്കെ ചെയ്തത് DDL കമാൻഡ്സ് ആണ്. ഇനി ചെയ്യാൻ പോകുന്നത് DML കമാൻഡ്സ്. സോ ഇതിലുള്ള ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ് എൻ്റർ അപ്രോപ്രിയേറ്റ് ക്വയറീസ് ടു ഇൻസേർട്ട് വാല്യൂസ് ഇൻ ദ ടേബിളിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വാല്യൂസ് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ഇൻസേർട്ട് ഇൻറ്റു ആ ഒരു കീവേഡ് വെച്ചിട്ടാണ് ഡേറ്റാസൊക്കെ ഇൻസേർട്ട് ചെയ്യുന്നത്. ആൻഡ് അത് വരുന്നത് DMLൻ്റെ അണ്ടറിലാണ്. ഞാൻ ഇതിലിപ്പോൾ ഒരു ടേബിളിൽ മാത്രം വാല്യൂസ് ഇൻസേർട്ട് ചെയ്ത് കാണിക്കാം. അതേപോലെ ബാക്കി എല്ലാ ടേബിൾസിലും ഇൻസേർട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട കമാൻഡാണ് ഇൻസേർട്ട് ഇൻറ്റു. അപ്പോൾ ഇൻസേർട്ട് ഇൻറ്റു, ഇതെല്ലാം ക്യാപിറ്റൽ ആവണമെന്നില്ല. ഇൻസേർട്ട് ഇൻറ്റു ടേബിളിൻ്റെ പേര് ഏതാണോ അത് കൊടുക്കണം. ഞാനിപ്പോൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത് റീജിയൻസ് ടേബിളാണ്. അപ്പോൾ ഇൻസേർട്ട് ഇൻറ്റു റീജിയൻസ്, പിന്നെ അത് കഴിഞ്ഞിട്ട്
ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ റീജിയൻസ് ടേബിളിൽ എന്തൊക്കെ കോളംസ് ആണോ ഉള്ളത് അത് കൊടുക്കണം. ഇപ്പോൾ ഫസ്റ്റ് ഇതിലുള്ളത് റീജിയൻ ഐ ഡി ആണ്. അപ്പോൾ റീജിയൻ ഐ ഡി കൊടുത്തു, സെക്കൻഡ് ഉള്ളത് റീജിയൻ നെയിമാണ്. അപ്പോൾ റീജിയൻ നെയിം. ഈ 2 കോളം മാത്രമാണ് ഈ റീജിയൻ ടേബിളിലുള്ളത്, റീജിയൻ ഐ ഡി ആൻഡ് റീജിയൻ നെയിം. അത് നമ്മൾ ഈ കോളം നെയിംസൊക്കെ കൊടുത്തതിന് ശേഷം ബ്രാക്കറ്റിൻ്റെ പുറത്ത് വന്നിട്ട് അവിടെ വാല്യൂസ് എന്നൊരു കീവേഡ് കൊടുക്കണം. കൊടുത്തിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഓരോ കോളത്തിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് കൊടുക്കണം. ഇപ്പോൾ ഫസ്റ്റ് ബ്രാക്കറ്റിൻ്റെ അകത്ത് ഫസ്റ്റ് റോയുടെ വാല്യൂസ് ഫുള്ള് കൊടുക്കണം. പിന്നെ അടുത്ത റോ കൊടുക്കുകയാണെങ്കിൽ കോമ ഇട്ടിട്ട് അടുത്ത ബ്രാക്കറ്റിൻ്റെ അകത്ത് അടുത്ത റോയിൻ്റെ വാല്യൂസൊക്കെ കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ വാല്യൂസാണ്. ഫസ്റ്റ് ഇതിൻ്റെ റീജിയൻ ഐ ഡി ഞാൻ 1 ആയിട്ട് കൊടുക്കുന്നു. പിന്നെ റീജിയൻ നെയിം ഞാൻ ഡബിൾ കോട്ട്സിലാണ് കൊടുക്കാൻ പോകുന്നത്. ഡബിൾ കോട്ട്സിൽ യൂറോപ്പ് എന്ന് കൊടുക്കാം. ക്യാരക്ടേഴ്സൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഡബിൾ കോട്ട്സ് യൂസ് ചെയ്യാം. നമ്പേഴ്സ് ആണെങ്കിൽ ഡബിൾ കോട്ട്സ് വേണ്ട. അപ്പോൾ യൂറോപ്പ് എന്ന് കൊടുത്തു. പിന്നെ അടുത്ത് കോമ ഇട്ടിട്ട് സെക്കൻഡ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അടുത്ത വാല്യൂ ഇൻസേർട്ട് ചെയ്യാം. 2, ആഫ്രിക്ക കൊടുക്കാം. തേർഡ് വണ്ണിൽ 3, അമേരിക്ക. ഇപ്പോൾ ഞാൻ 3 വാല്യൂസ് മാത്രമാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഇൻസേർട്ട് ആക്കാം. Ctrl+Enter കൊടുക്കുമ്പോൾ ഇൻസേർട്ടായി. ഇത് കറക്റ്റ് ആയിട്ടാണോ ഇൻസേർട്ട് ആയേക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് സെലക്ട് സ്റ്റാർ ഫ്രം റീജിയൻസ് കൊടുത്താൽ മതി. അപ്പോൾ അതിലുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കിട്ടും. ഇപ്പോൾ ഞാൻ ഇൻസേർട്ട് ചെയ്തത് യൂറോപ്പ്, ആഫ്രിക്ക, അമേരിക്ക ഇതെല്ലാം ഇതിൽ വന്നു. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള 7 ടേബിൾസ്, മൊത്തം 7 ടേബിൾ, ഒരു ടേബിളിനെ ഇപ്പോൾ ഇൻസേർട്ട് ആക്കി ബാക്കിയുള്ള 7 ടേബിൾസിന് ഇതേപോലെ ഇൻസേർട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് എക്സസൈസ്. ഫസ്റ്റ് എക്സസൈസ് ബേസിക് ആണ്. നമ്മൾ എങ്ങനെയാണ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് മോഡിഫൈ ചെയ്യേണ്ടത്, പിന്നെ അതിൽ ഡേറ്റാസൊക്കെ ഇൻസേർട്ട് ചെയ്യേണ്ടത്, ഇത് മാത്രമാണ് ഫസ്റ്റ് എക്സസൈസിൽ പറഞ്ഞേക്കുന്നത്. ഇനി സെക്കൻഡ് എക്സസൈസ്, സെക്കൻഡ് ആൻഡ് തേർഡ് ഒക്കെ വരുമ്പോൾ അതിലാണ് നമുക്ക് ഈ ജോയിൻ അതിൻ്റെയൊക്കെ ആവശ്യം വരുന്നത്. അപ്പോൾ ആദ്യം ഫസ്റ്റ് ബേസിക്സ് തൊട്ട് ബേസിക്സ് ഇല്ലാതെ നമ്മൾ അഡ്വാൻസ് ലെവലൊക്കെ ചെയ്താൽ ഒന്നും മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് ഫ്രം ദ ബേസിക്സ് തന്നെ വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളും ഫ്രം ദ ബേസിക്സ് നിങ്ങളുടെ റെക്കോർഡിൽ ഫസ്റ്റ് എക്സസൈസ് ഏതാണോ അത് ചെയ്യുക. ആൻഡ് അതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അല്ലെങ്കിൽ പീക്ക് ടൈം ലേണേഴ്സിൻ്റെ ഒരു ഡിസ്കഷൻ ചാനലുണ്ട് ടെലഗ്രാം, അതിൽ ചോദിച്ചാൽ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ റിപ്ലൈ തന്നോളൂ. താങ്ക് യു. അടുത്ത വീഡിയോയിൽ നെക്സ്റ്റ് എക്സസൈസ് നോക്കാം.